അപ്പൊ ഇന്നത്തെ നമ്മളെ വ്ളോഗ് എന്താ വെച്ചാല് നമ്മള് ഫുഡ് കഴിക്കാൻ പുറത്തേക്ക് പോവാണ്. അപ്പൊ കുറെ ദിവസമായി പുറത്തുനിന്നൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് അപ്പൊ എന്താ പറയുക നമുക്ക് പുറത്തേക്ക് ഭക്ഷണം കഴിക്കല. അപ്പൊ ചെറിയൊരു വീഡിയോ എടുക്കാറ്. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു ചലഞ്ച് ആയിക്കോട്ടെ, അങ്ങനെയാണ് എനിക്ക് പൈസ വെക്കണം പറഞ്ഞു. ആയിക്കോട്ടെ, ഞാൻ ഒരു സംഖ്യ വെക്കും, നിങ്ങൾക്ക് അത്രയും കഴിക്കാന്ന് ഞാനും. അപ്പൊ ആയിക്കോട്ടെ, എന്നാ നമുക്ക് മൂന്നാൾക്ക് കഴിക്കാനുള്ള ഒരു പൈസ ഞാൻ എന്തായാലും വെക്കാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ, ഇത് നമ്മൾ പോവാറ്. അപ്പോൾ എന്നെ കാത്തിക്കുണ്ട് അവിടെ. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞപ്പോൾ എത്തിയിട്ടുള്ളൂ. അപ്പോൾ നേരെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോവാം. അപ്പോൾ എന്താണ് ചലഞ്ച് കാര്യങ്ങളൊക്കെ കണ്ടുനോക്കി. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. പിന്നെ ഫസ്റ്റ് ആയിട്ട് കാണുന്ന ആൾക്കാർ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനൊക്കെ നിൽക്കണം, ആളെന്ന ഓപ്ഷനൊക്കെ നിൽക്കി നല്ല നോട്ടിഫിക്കേഷൻ ഒക്കെ വരുള്ളൂ പുതിയ വീഡിയോസ് ഇടുമ്പോൾ. എല്ലാവരും സപ്പോർട്ട് ഒരുപാട് ചെയ്യുന്നുണ്ട്. അപ്പോൾ തുടർന്ന് നല്ല വീഡിയോകൾ ചെയ്യണമെങ്കിൽ ഇനിയും നിങ്ങളെ സപ്പോർട്ടുകൾ അത്യാവശ്യമാണ്. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ കണ്ടു പോകുന്നതിന് മുന്നേ ഒരു ലൈക്ക് കൊടുത്തോണ്ടി. അപ്പോൾ ഒരു കുറച്ച് ലൈക്കുകൾ ഞാൻ അതിന് പ്രതീക്ഷിക്കണം. അപ്പോൾ ഈ വീഡിയോ അടിപൊളിയായ കാരണം എന്നാലും മൊബൈലിൽ കുറച്ച് ചാർജ് കമ്മിയാണ്. പിന്നെ അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു വീഡിയോ ഉണ്ടാവും. എന്നാലും നിങ്ങൾ കണ്ടുനോക്കി. അപ്പോൾ നമുക്ക് ഏതായാലും വീഡിയോ എടുക്കാം. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മളെ ആൾക്കാർ കേട്ടോ. ഒരു വണ്ടി ഒന്ന് പുറത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഒന്ന് നമ്മളെ സുഹൈൽ, ഒന്ന് നമ്മളെ സുബൈറിക്കും, പിന്നെ നമ്മളെ ഡ്രൈവർ യാസീനും. അപ്പോൾ ഞങ്ങൾ 3 പേരാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഏതായാലും നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. അല്ല, നമ്മക്ക് ഇതില് ലിമിറ്റ് ഉണ്ട് ഭക്ഷണം കഴിക്കണേന്. നിങ്ങളില്ല ലിമിറ്റ്. അല്ല, ഞങ്ങൾ ഇന്നെ മുടിച്ചില്ലേ? അങ്ങനെ അറിയാതെ കണക്കല്ലോ. ഇതിന്റെ അടുത്ത് സാധനം ഉണ്ട്. ഇതിലൊരു സംഖ്യ ഉണ്ട്. നിങ്ങൾക്ക് എത്രയും കഴിക്കോ, എന്തും കഴിക്കാം. ഇതിലൊരു സംഖ്യ ഉണ്ട്. പക്ഷെ ലിമിറ്റ് ഇല്ല. ഞാൻ ഇതൊക്കെ എല്ലാ ആള് ഇതിന് സംഖ്യ വെച്ചിന്. ആ സംഖ്യ കൊടുക്കും. ആദ്യം നിങ്ങൾക്ക് എടുക്കാം. ചിലപ്പോ ഇതിൽ 500 ആക്കാരം, 100 ആക്കാരം, 200 ആക്കാരം. ഞമ്മക്ക് കഴിക്കാനുള്ള ഫുഡിന്റെ പൈസ ഇതിലുണ്ടാവും. പക്ഷെ വേറെണ്ടെങ്കിൽ കൊടുക്കും ചോദിച്ചാ. കമ്മിയാണെങ്കിൽ നിങ്ങൾ കൊടുക്കണം. ഓക്കെ. എന്തൊക്കെയുണ്ട് ചോദിച്ചേക്ക്. ബാ സൂപ്പർ. ഇത് പറയാ, എന്തൊക്കെയുണ്ട് പറയും. മെനു ഫുള്ളായിട്ട് പറഞ്ഞോ. പോലെ പറയാ. ഇത് പോവാൻ സൂപ്പറായിട്ട് ദമ്മാക്കിട്ട് ഓനെന്തൊന്നും തിന്നിട്ടില്ലാന്ന് പറഞ്ഞേ. ഫുള്ള് പട്ടിണി തന്നെ. എന്താ നോമ്പ് പൊറോട്ട, ദോശ, പിന്നെ ബീഫ് കറി, ബീഫ് മസാല, പുട്ട്, പത്തിരി, മസാല, ദോശക്ക് ചട്നി, കറി മാത്രം ബീഫ് ഞണ്ടിടോ. ദോശ എല്ലാം വേണം. 3 സെറ്റ്. എത്ര ദോശ ഉണ്ടാവും? 2 രണ്ടെണ്ണ ഒന്നില്. എനിക്ക് 2 മതി. പിന്നെ വേറെ പൊറാട്ടയും വേണ്ടി വരും. 2 സെറ്റ് മതി 3 ആൾക്കൊക്കെ. ഓരോരോ പൊറാട്ട. വെറൈറ്റി എന്താ ഉള്ളത്? എനിക്ക് വെള്ളം ഒരു കുപ്പി. ഇപ്പൊ എത്രയായി? ഞാൻ അത്ര അറിയില്ല. എടാ സാധനം പിന്നെ തിന്നാതെ കണ്ടേ. ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അവിടെ കണ്ട ആള് കൂടിയല്ല. ഇവിടെ ഇരുന്നാല് പള്ളാത്തി ഒക്കെ ഉണ്ട്. കൂട്ടുപുറത്ത് മുഴുകാന്ന് പറഞ്ഞപ്പോ പിന്നെ സന്തോഷം കൂടിയാണ്.
ആൾക്കാരെന്താ നമുക്ക് വിഷയമില്ല. ബീഫ് കറി ബീഫ് മസാല അത് ബീഫ് പൊരിച്ചില്ല. പൊരിച്ചപ്പോ വരും ദോശ ഇവിടെ ലോട്ടറി ഇന്ന് പലതും ദോശ എത്ര എടുത്തോ അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഞാൻ സത്യത്തിൽ ഇങ്ങോട്ട് വന്നെന്താ വെച്ചാല് 4 ദോശയും പിന്നെ സാമ്പാറില്ല അങ്ങനല്ല. ഇന്നലെ ഈ ടൈമിൽ വന്നാണ് ഞാൻ 6 ദോശ ഇയാള് തെറ്റിട്ടല്ലോ അയാൾക്ക് പ്ലേറ്റ് ലിമിറ്റ് എന്ന് പറഞ്ഞത് അത് മീനാ. ബീഫ് മസാല എനിക്ക് വേണമെങ്കിൽ എടുത്ത് തിന്നോ തുടങ്ങിക്കൊള്ളു ബീഫാണേ. 5-6 ദോശ ഉണ്ടോ ഞങ്ങൾക്ക് ടൈം ഉണ്ട്. എല്ലാരും കിട്ടി. ഇവിടത്തോൾക്ക് ചിന്ത നാട്ടിൽ നമ്മൾ ഫുള്ള് അടിച്ചു അപ്പൊ അതിനൊരു വീഡിയോ എടുക്കുന്നാലേ അതൊക്കെ പൊട്ടിക്കണു തള്ളക്കാല് പൊട്ടിക്കണു. നിങ്ങളെ കണ്ടില്ല, ഇതിലില്ലാത്ത ആൾക്കാരുണ്ടാവില്ല. ചായ മീൻകറി അടിക്ക അല്ലെങ്കിൽ ഒരു സെറ്റ് പൊടിച്ചെടുക്കണ്ടേ. ഞാൻ അതാണ് നോക്കുന്നത്. മീൻകറി ഇവിടെ അതെന്തായാലും എടുക്കല്ലോ ഒരു സെറ്റ്. തിന്നങ്ങളെ ഭാഗ്യം ഒരു കട്ടൻ ചായ പറഞ്ഞു എല്ലാവർക്കും വേണം. എടുക്കണ്ട കറക്കും. ആ പിന്നെ എടുത്തോണ്ടിരിക്കണല്ലോ. അതൊന്നും തൊടരുത്. ആദ്യം ആലോചിച്ചില്ല. ആ കിടത്തോട്ടെ ആരാ പാക്ക് വേദിയില് എനിക്കാണ്ടോ മീൻ ചാറ് വിടുന്ന മീൻ കറി മീൻ കറി അറിഞ്ഞാൽ പൈസ കിട്ടും. ചാറ് അറിഞ്ഞാൽ നേരത്തെ കാണാറുണ്ട്. 10:45 ഞങ്ങൾക്കും ഇല്ലാണ്ട് ഇവിടെ ദിവസത്തിനാവും ഇവരിത് തിന്നിക്കുമ്പോ ഞാനിപ്പോ വേറെ തിന്നണ്ടത്. ഞാൻ ഇപ്പൊ ദോശയും സാമ്പാറും നിന്നാ വന്നാണിപ്പോ എന്റെ ഫോണല്ല ബീഫ് തിന്നിട്ട് അതിനത്ര ആളല്ലേ ഉള്ളൂ. അല്ല ഇത് മതി. ഒരു സെറ്റ് ദോശ ഉണ്ട്. ഇതിന്റെ കറി മാത്രം കുറച്ച് മീൻ കറി. ആ പിന്നെ അനക്കുവാണെങ്കിൽ എടുത്തൊക്കെ കിട്ടും. അതിന് കട്ടിങ് ഇല്ല കേട്ടോ. ഇവന്റെ കണക്കായി പോകുന്നത് ഇത് പോളാം. എന്താണ് കസ്റ്റമർ അല്ലേ ഞങ്ങള് സ്ഥിരാണ്. ഞങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം ഇവിടെ വന്ന് പോകും. ഇത് പോളെ ഓനറിയില്ല ഇവിടെ വരുന്നു. ഓൻ അവിടെ ഓനവിടെ ഓൻ ഇവിടെ വരുന്നത് അറിയില്ലല്ലോ. അറിയോ? നല്ല പൈസ ഓനവിടെയാണല്ലോ. വളരെ ക്യാഷ് അറിയാനല്ലോ. ചായയോ ചായ ഉണ്ടോ? ഞാൻ അടുത്ത തെറ്റ് വരുമ്പോ കാണാല്ലേ. ഇന്നെ കൊടുക്കല്ലോ. നിങ്ങളുണ്ടാണോണ്ടാ ചിലപ്പോ ഇത് വിജയിക്കാം. പിന്നെ അതല്ല കാട്ടണം. നിങ്ങള് നിർത്തി ഇന്നിട്ട് വെച്ചിടാൻ പറ്റുള്ളൂ. ഞാൻ നിർത്തിയിട്ട് അടുത്ത തെറ്റ് ആ പേപ്പറിന്റെ പവർ ഇങ്ങക്ക് ഞാൻ കാണിച്ചതാണ്. അതല്ല ഇഞ്ഞെക്കൊണ്ട് മെനക്കടിച്ചത് എപ്പോഴും പറയാൻ ഇവിടെ നിങ്ങൾ എത്ര തിന്നാലും പണിയാർന്നുകൊണ്ടിരിക്കണോ ചേക്കാ? ഏതായാലും കുറച്ച് നിങ്ങളായിട്ട് പറഞ്ഞോ വെറൈറ്റി അല്ലേ അലീസേ ആദ്യം ഒരു സെറ്റ് ദോശ അടിക്കാം. 2 സെറ്റ് ദോശ ഒരു സെറ്റ് ഇവിടെ സെറ്റ് ഓടാമോ ഇത് ഓടാവും. കറി കഴിഞ്ഞു. അലീസേ അതൊരാളെ പേരല്ലേ?
അയിലസാണ് നമ്മളെന്തേലും തള്ളുപ്പെടുക്കണല്ലോ അയിലസ ഞങ്ങൾ എന്താണ് പറയട്ടെ നിർത്തലില്ലോ. ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം സാമ്പാർ. ഞങ്ങൾക്ക് തന്നില്ല പോലെ സാമ്പാർ ഞങ്ങൾക്ക് തരുന്നില്ലേ തന്നപ്പോ നമുക്ക് പൊറാട്ടയും സാമ്പാറും നോക്കിയാ അത് നല്ല കോമ്പിനേഷൻ. ഞങ്ങളെ റൂമിൽ സാമ്പാർ ഉണ്ടാക്കണ്ടല്ലോ നല്ല ഇല്ലാതെ മുപ്പതാകട്ടെ മുന്നേ പറഞ്ഞോ ഈ ചെമ്പ് ഫുള്ളാണെന്നുണ്ടെങ്കിലേ ആ ചെമ്പറ്റക്കല്ല തെളിവാണ്. പേപ്പർ മടക്കി കടിഞ്ഞിട്ട് ആരെ തെറ്റിച്ചത് അതിന് പേപ്പറിൽ എന്താണ് ലിമിറ്റ് മനസ്സിലായില്ലേ? എന്തെന്നെ എന്താ വെച്ചു തന്നെ ആയാലും വേണ്ട. ഇവിടെ ഞാൻ ഓനെ നേരം പെട്ടിട്ടെന്ന് പറഞ്ഞേക്കുന്നത് രാവിലെ 6 മണിക്ക് പണിക്ക് ഓരോരോ ഈ ചെറുക്കന്മാർക്ക് ഓരോരോ പേര് ടൈമുണ്ട്. കഴിഞ്ഞോ കദീസ് എന്നാ ഒരു ഫ്രൈയും കൂടി തരും. ദോശ കൊടുത്തോ ദോശ ഫ്രൈ കൊടുത്തോ മസാല വേറെ ഒന്നുമില്ലല്ലോ. ഇനി വേറെ ഒരു ഐറ്റം കൊണ്ടുണ്ട് അവിടെ ആ ചെമ്പിലെ തള്ളേ ആ ചെമ്പിടെ വെക്കാൻ മതി. ചിക്കൻ ഐറ്റം എന്തെയുണ്ടോ ചിക്കൻ തരാനോ ഉണ്ട് ഓണോ ചിക്കൻ ഫ്രൈ ഉണ്ട്. ഓ എന്നോട് പറഞ്ഞു ചിക്കൻ ഉണ്ട്. ചിക്കൻ ജാം പിന്നെ ബീഫ് വേറെന്തല്ലേ ചിക്കൻ ചിക്കൻ ഫ്രൈ ഉണ്ട് ഇനി വാങ്ങുകയാണെങ്കിൽ ബീഫ് മസാല മസാല ഫ്രൈ ഇല്ലേ? ഇത് മസാല കൊടുക്കില്ലല്ലോ ബീഫ് മസാല ബീഫ് ഫ്രൈ ആക്കിയാണ് ഒന്ന് 65 ഉണ്ടോ ചിക്കൻ? 65 വെയിറ്റ് ചെയ്യണം സമയം ടൈമില്ല. ടൈമില്ല അവിടെ ഒരു സാധനം ഇങ്ങനെ പോകുമ്പോ കഴിയുമ്പോത്തിന് അടുത്ത സാധനം ഇവിടെ ഒരു പേപ്പർ മടക്കി അല്ലെങ്കിൽ നിർത്തും. ഇവിടെ ഒരു പേപ്പർ മടക്കി അത് നീരുമ്പോത്തി ദോശ ഇങ്ങനെ കൊണ്ട് തട്ടി കൊടുക്കുക ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. ഇന്ന് ഓന് നേരം ഉണ്ടാവില്ല ഓരോ മുഖത്തൊക്കെ ഇരിക്കാം. വെള്ളം അടുത്തതോ കച്ചിട്ട് ആർക്കും ഒന്ന് മതി എനിക്ക് അപ്പൊ ഇക്കും വേണ്ടേ എന്താണ് എവിടെ തിന്നോളി തിന്നോളി കഴിക്കേ അടുത്തേക്കും വരും. ഇങ്ങ വരാണ്ടേ സാധനം വരാണ് അതൊന്നും കുഴപ്പമില്ല. നിങ്ങൾക്ക് അതന്നെ നമ്മളെ തീറ്റ ഫോണാണ് നമ്മളെ തീറ്റ. ഫോൺ ഓഫ് ആക്കിയിട്ട് നിങ്ങളെ തീറ്റ അത് ഞങ്ങള് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തീറ്റുണ്ട്. അയാളെന്തിനാ മൂലൊക്കെ കെട്ടിക്കണേ അത്ര പറയണോ അവിടെ അത്ര പോരേണ്ടി വരുമോ? ഇത് തിന്നണ്ട അടച്ചിട്ട് ഞാൻ ഒരു സ്ഥിരം കസ്റ്റമറാണ്. മൂപ്പർക്ക് അത് പ്രശ്നമില്ല. നമ്മളറിയില്ല, അതല്ല നമ്മളെ ഉൾക്കാരില്ലല്ലോ, അയാളെ അറിയുള്ളൂ. അല്ല ഞാൻ അടച്ച ക്ലീനിങ്ങിന് ഉണ്ടാവും. ക്ലീനിങ്ങിന് ഗ്യാപ്പ് ഉണ്ട്. ക്ലീനിങ് നമുക്ക് വിഷയമില്ല, ക്ലീനിങ് പിന്നെ ക്ലീനിങ് നമുക്ക് എന്താ പരിപാടി? ഇത് തിന്നണമൊന്നുമില്ല, ഈ കറിയൊന്നും വേണ്ട. കറിയുടെ വരുന്നില്ലല്ലോ. മീൻ കറിയൊക്കെ മീൻ കറി കൊണ്ട് അന്നോട് ഞങ്ങള് തുടക്കത്തില് പറഞ്ഞു ഒരുങ്ങിന്നോ അല്ലേ? ദോശ ആണോ? ആ വന്നിട്ട് ബീഫ് മസാല ആണോ? ഒക്കെ പെടാണ് എന്താ മസാല മസാല ഇനി ഏതാണ്ട് പുളിപ്പാണ്. അല്ല ഞാൻ എത്ര മാസം വെച്ച് പെറ്റ് വെച്ച് ആ പെറ്റെന്ന് പറഞ്ഞു. അതൊക്കെയാണോ? അത് കഴിഞ്ഞ് ആ പാറ്റ് ഇവിടെ കിട്ടണേ അത് കിട്ടിയിട്ടില്ല. അതൊക്കെ വരുന്നുണ്ട്. അത് വരുന്നുണ്ട്. അല്ല വില വരും. ഓക്കെ ഒട്ടകമന്തി വേണം. ആ ശരി ഒട്ടകമന്തിയാണോ? അതിന് കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്താ കിട്ടുക? ഒട്ടകത്തിന് മഞ്ചാലേ 70 കിലോ അല്ലേ? അതില് കുറഞ്ഞ അയാൾക്ക് തന്നെ വേണം 2 കിലോ.
അത് നമ്മള് പറഞ്ഞില്ലല്ലോ നമ്മള് കിലോന് 70 ഉള്ളൂ പറഞ്ഞേ പിന്നെ എത്തിക്ക് അതൊക്കെ ഇപ്പോഴും സംഗതി മുമ്പിൽ അത് ആലോചിച്ച് ഇങ്ങനെ കുത്തിർക്കണം എന്താണ് അത് കഴിഞ്ഞിട്ട് ആലോചന ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞുതരും എന്താണ് ഒരു അതിന് സെറ്റ് മുന്നേ ദോശ പറഞ്ഞുതരാൻ പറ്റില്ല ഒരു സെറ്റ് ദോശ വേണ്ടേ ഒരു പൊറാട്ട അടുത്ത കദീസ് വരട്ടെ എന്നിട്ട് ആർക്കും കിട്ടൂല ദോശ വെയിറ്റ് ചെയ്യില്ലേ അത് പോയി ദോശ കൊണ്ടൊന്നും മറച്ചു ഞങ്ങളും ഇങ്ങനെ കഴിക്കലില്ല ഇല്ല ഞങ്ങള് എന്താ പറയാ കഴിക്കാണ്. ഒരു സെറ്റ് കൂടി ഒരു സെറ്റ് കൂടി വരണ്ടേ നോക്കാ ബീഫ് കൊടുത്തിട്ടില്ലെങ്കിൽ ഞാൻ മീൻകറി എനിക്ക് മതിട്ടോ ഉണ്ടാവില്ല അവിടെ ഓർഡർ ചെയ്ത് ഓര് തിന്നിട്ടില്ലെങ്കിൽ ഞാൻ തിന്നു ശരി ഞാൻ വെച്ച് രാവിലെ ഡ്യൂട്ടി തോറ്റോ തോറ്റോ ഇത് തോറ്റോ ഞാൻ നിങ്ങള് ഇത് തോറ്റോ നിങ്ങള് തോന്നുന്നല്ല നമ്മളിന്നു ഇല്ലെങ്കിൽ തോൽവി അംഗീകരിക്കും പേപ്പർ നിർത്തൂലെന്ന് പറയാം ഇല്ലാണ്ട് പോവാ പേപ്പർ തന്നെ പേപ്പറാണ് ഒന്നും വേണ്ടത് ജീവിതത്തിൽ ഞാൻ തോറ്റ ചരിത്രമില്ല പേജ് തിന്നും വേണ്ടത് ഇന്ന് തന്നെ സ്കൂൾ മാസത്തിൽ വരെ ഞങ്ങളോട് പറഞ്ഞത് നിങ്ങൾ ഈ അവിടെ ഇവിടെ നേർച്ചയുണ്ട് കാട് ഇഞ്ചത്ത് കഴിഞ്ഞിട്ട് കയറാൻ നിൽക്കരുത് ഓല് നമ്മളെ ബോധ്യം തരും ഓല ബോധ്യം വെച്ചാലേ നോക്കാം ആരുടെ ആരെ തിന്നു നോക്കാം ഇതേ നമുക്ക് ഒരു മന്തി പുള്ളിച്ചാണ്ട് ഒരു ദിവസം പറയുന്നത് ഒരു മന്തി പുള്ളിച്ചാണ്ട് നമ്മളെ ഞങ്ങളൊരു മണ്ടി കളിച്ചാണ്ട് എന്നിട്ടല്ലേ ഇപ്പൊ ചോറിന് കേട്ട് ചോറിന് ഇരുന്നാ പോരെ മന്തി ഞാൻ അടുത്ത് അത് വേറെ തരാം ഇങ്ങനെ വെയിറ്റിംഗ് പാടില്ല വെയിറ്റിംഗ് അതാ പറഞ്ഞ അതാണ് നമ്മള് നിക്കണത് ആയതിന് പോകണ്ട പൊറോട്ടയ്ക്ക് പൊറോട്ട കൈ ഉണങ്ങിയാ പിന്നെ സുഖം പൊറോട്ട പൊറോട്ട ഇങ്ങനെ വെയിറ്റിംഗ് പാടില്ല ഞാൻ അങ്ങനെ എന്ത് കളിയായിരിക്കും ഓ എത്ര കൗത്തിയല്ലോ ഫുള്ള് അങ്ങോട്ട് വിളിച്ചോടി അവിടെ തോറ്റി ആക്കെ നിർത്തി അങ്ങനെയല്ല അല്ലേ അങ്ങനെ ഇല്ല നമ്മള് വരുന്ന സമയത്ത് ഉച്ചക്ക് ഞാൻ പോയി എത്ര വരെ പോവും ഞാൻ പോന്നത്തെ ഇതാണ് വന്നോട്ടെ ഇവിടെ ഇനി എത്ര ഒന്നും വേണ്ടല്ലോ അഞ്ച് നാലോ അഞ്ചോ ദോശ പ്രധാനപ്പെട്ട സാധനം ഉള്ളല്ലേ എപ്പം കഴിക്കണം എന്നാണ് ഇങ്ങനെ തട്ടിക്കത്ത് അണ്ടേക്ക് എണ്ണുണ്ടായിക്കോട്ടെ കേട്ടോ ഇവരേക്ക് ഏതായാലും എണ്ണുണ്ടാവില്ല അതെങ്ങനെ പറ്റൂല അതിനിട്ട് കൊടുക്കും അത് പറ്റൂല കഴിക്കേ അങ്ങനെയല്ല ഫസ്റ്റ് ഒരു പൈസ കൊടുക്കേണ്ടി വരും എനിക്കത് പോവായല്ല ഫസ്റ്റ് ഒരു പൈസ കൊടുക്കേണ്ടി വരും അങ്ങനെ ആകുമ്പോ നിർത്തൂല കേട്ടോ ഫസ്റ്റ് നിർത്തുന്നതേ പൈസ കൊടുക്കേണ്ടി വരും അതിനും ബേജാറില്ല ഒരു പൊറാട്ട അതിന്റെ ഒപ്പം എന്താ പറയാ റോജറബി വന്നാണ്ട് തിന്നു പറ്റില്ല നമുക്ക് അരിഭക്ഷണം പറ്റൂല എന്നാ പറഞ്ഞത് മോൻക്ക് അരിഭക്ഷണം പറ്റൂല അതുകൊണ്ടാണ് പൊറാട്ട തന്നെ പൊറാട്ട അത് മൈദ അല്ലേ അപ്പൊ ഇതുവരെ തിന്നപ്പോ അതിന് കൂട്ടൂല അതരി കൂട്ടും മൈദ അരിയല്ല ദോശ അരിയല്ല ഒന്നും അരിയല്ല ഞാൻ ഡേറ്റ് ചെയ്യുന്ന മനുഷ്യനാ അത് പോയി തീർന്നു എന്നാ ശരി എന്താ ചെയ്യാ ഇവിടെ ഇരിക്കി ഞാനോ ഇവിടെ അത്രയും പോവും എന്നാ പറയാം ഞാൻ അത്രയും പോവും ഞാൻ വായിച്ചെന്റെ ഭാഗത്ത് കഴിയില്ല ഞാൻ 10 രൂപ വെച്ചുകൊണ്ട് പൈസ വിട് പൈസ അല്ല മൂന്നാൾക്ക് തിന്നാണ്ടാവില്ലല്ലോ ഓ
അതൊന്നും ഇവിടെ ഇല്ല. ഓനെന്താ വേണ്ട കഴിക്കുന്നത് അനക്ക് മാങ്ങി കിട്ടിയിട്ടല്ലോ ചേർന്നാണെങ്കിൽ കംപ്ലൈന്റ് ആണ്. ചെറിയ മാങ്ങിന് എന്താണ് കെട്ട് അയാൾക്ക് വേറെ പ്രശ്നമുണ്ട്. എന്നും കുടിച്ചാൽ വെള്ളം കുടിച്ചിട്ടുണ്ട്. വെള്ളം മാറി കുളിച്ചാൽ ദിവസം ഉണ്ടാവുന്ന മാതിരി അയാൾക്ക് ചേടപ്പുണ്ട്. ഇവിടെ മറ്റതാണ് വാൽശികോള ഇവിടെ ദാനപ്പില്ല. ഏതെങ്കിലും ഇന്ന നോക്കണം. അത് ലാസ്റ്റ് ഇത് കഴിഞ്ഞിട്ട് പോകുമ്പോ കുട്ടി നടക്കലാണ്ട് നടക്കലേരം നടക്കാല്ലേ നടക്കാൻ പറ്റാതെ കുറച്ചാലത്തെ ഞാൻ പണ്ട് പറഞ്ഞാണിപ്പോ നടക്കാതെ ആയി കൊയ്ക്ക് പാത്തക്കണേ കൊണ്ടാണ് പോവുക. അടിക്കാനായില്ല വായെ കൊണ്ടേ പാത്തച്ചു പോവാൻ നോക്കിയോ നിങ്ങളവിടെ ഇരുന്നോളി. നിങ്ങളതിലുണ്ട്, നിങ്ങളവിടെ ഉണ്ട്. ഇപ്പോൾ നിങ്ങളുണ്ടായില്ലേ ക്യാമറ വരുമ്പോത്തിന് എടുത്താ ആദ്യത്തെ രണ്ട് കണ്ട ബീഫ് ക്യാമറ മൂടുമ്പോ ബീഫ് മേടിച്ചു. അതല്ല ക്യാമറ രണ്ട് കണ്ട ഇനി എന്താ വേണ്ടേ? പറയണേ ഞാൻ പറഞ്ഞു അങ്ങനെ അതല്ല അങ്ങനെ അടിയിലേതാ ഐസ് എടുത്താ അൽഷികളായി ഇവിടുന്ന് ആര് പറഞ്ഞു ഞാനെല്ലാം അൽസികൾ എടുത്തോ? ആർക്ക് വേണ്ട ഇറക്കണോ? നിക്കൊന്നും വേണോ? ഇവിടെ എല്ലാവരും ഇതിലെത്തുള്ളു. അതില് കട്ട്ലേറ്റ്, ആ കട്ട്ലേറ്റ് ഞാൻ ബുക്ക് ചെയ്താണ്. ബുക്കിംഗ് ഒന്നുമില്ല ഇവിടെ. അത് കൊണ്ടുപോകാൻ ബുക്കിംഗ് ബുക്കിംഗ് ഒന്നുമില്ല. ലാസ്റ്റ് ചായന്റെ ഒപ്പം മുറിച്ചേക്ക് വേണ്ട സന്തോഷമായി. സന്തോഷത്തിന് ഇവിടെ വാങ്ങല്ല. അയച്ച വെള്ളോടെ കയറ്റിന്ന് മുക്കിയാണ്ട് അവിടെ ഒറ്റ വെള്ളം. വേറെ വല്ല കാര്യം പറഞ്ഞ ഇനി എന്തേലും പറയണ്ടേ? ഞാനതുവരെ പറഞ്ഞേ അല്ലെങ്കിൽ കയ്യകണ ഞാനാണ് അതുവരെ പറഞ്ഞത്. അല്ലെ കയ്യകണ അല്ലെങ്കിൽ കയ്യകണ അപ്പൊ തോൽവി സമ്മതിക്കാനാവില്ല. അതൊക്കെ നിർത്താതില്ലൊരു സുഖമാണ്. ആർക്കും അറിയിച്ചല്ല ആരും തിന്നിട്ടില്ല, ഭക്ഷണം കഴിച്ചില്ല ആരും. ശരിക്കും പറഞ്ഞ അത്രേ ദോശ ചുട്ടുണ്ടോ? കറച്ചു പോയോ? നിങ്ങളെ താക്കിക്കൂടി ഞാൻ പോകണ്ടോ? തിരുവനന്തപുരം പോയോ? ആ വേണോ? ഓർക്കുള്ളടുത്ത് വെച്ചു അതും കഴിഞ്ഞാലോ. എന്തുണ്ട് പറയാ ഇത് വേണം. ഞാനതുവരെ പറഞ്ഞിനി. ഞാനല്ല പറഞ്ഞതിന്. ഞാൻ ഒരു പൊറാട്ട മാത്രമല്ലോ, ബാക്കിയൊക്കെ നിങ്ങളെ പറഞ്ഞു. എന്തേ കഴിഞ്ഞോ? ഞാൻ നിർത്തി അവിടെ ഞാൻ നിർത്തിയിട്ടില്ല കേട്ടോ. പറയട്ടെ ഒക്കെ നിർത്തും. പിന്നെ ഞാൻ അങ്ങനെയൊക്കെ അല്ല ഇജ്ജ് ഓർഡർ പറഞ്ഞ ഒറ്റ കണ്ടെനിക്ക് കിട്ടൂട്ടോ. ഓർഡർ പറഞ്ഞ ഒരൊറ്റ കണ്ടെനിക്ക് കിട്ടും. അങ്ങനല്ല, ഞാൻ എന്തുള്ളോണ്ട് ഞാൻ നിർത്തി പറഞ്ഞു. ഞങ്ങൾ നിർത്തിയാണ്. ഓർഡർ പറഞ്ഞു ഓൻ പോവാണ്, കഴിഞ്ഞു. ഓനില്ലെങ്കിൽ നമുക്ക് കൊടുത്തു തരും. അനക്ക് ഫുഡില്ല കയ്യെ ചെറുതായിട്ട് ബീച്ച് പോയിക്കോട്ടെ. പൊറാട്ട ചെറുതന്നെ. വായി എടുത്തല്ലേ നിങ്ങൾ ബാക്ക് രാവിലെ ഒന്നും ഇവിടെ അപ്പൊ ഞങ്ങള് നിർത്തി. തോറ്റി ആരാ നിർത്തിയാന്ന്? നിർത്തിയാണ്. ആരാ ഫസ്റ്റ്? ആരാ? സുബേറാക്ക.
നിങ്ങള് പറഞ്ഞോളി എന്നിട്ട് കാണിച്ചതാ പറഞ്ഞത് അങ്ങനെ പറയാതെ എങ്ങനെ നിങ്ങളെ നിർത്തിയത് പറഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് ആയല്ലോ. തീരുമാനം ഇനി പേപ്പർ തുറക്ക്. ആദ്യം കയ്യാട്ടെ എന്താ ഫോട്ടോ എടുത്തു ലാസ്റ്റ് മുട്ട റോസ്റ്റ്മാർ അടിച്ചാലോ? ഇനി പേപ്പർ ഇനി പേപ്പർ എടുക്കത് നമ്മള് ചോദിച്ചതൊന്നും ഇനി ഉണ്ടാവില്ല. കഴിഞ്ഞ കയ്യേക്ക് അല്ല ഫ്ലൈറ്റ് ഫുള്ള് കാലിയാട്ടോ. 12 മണിക്ക് ലേറ്റ് ഓഫ് ആക്കണം അല്ലെ? ഇവിടെ 12 മണിക്ക് ഓഫ് ആക്കണോണ്ടും ലാസ്റ്റ് RC കോല കുടിച്ചോണ്ടും അപ്പൊ ഇന്റെ പേപ്പറ് ഞാൻ കൈമാറാണ്. അല്ല ഇന്നത്തെ കാട്ടാൻ പറ്റില്ല കേട്ടോ. ഇല്ലല്ല അതിലുണ്ടാവണം കേട്ടോ. ഇല്ലെങ്കിൽ ഇതിലേക്ക് അതിലോ വെച്ചിക്കിടുന്ന് ഇല്ലെങ്കിൽ ഇതില് കണ്ടുപിടിച്ചില്ല. സൗദി അറേബ്യയിലെ റൂം കൂടെ ഇവിടെ സൗദി അറേബ്യയിലെ റൂം കൂടെ ആക്ക് നിങ്ങൾ ഇങ്ങനെ സാധാരണ കുറ്റം ഞാൻ തുറക്ക് അടുത്ത നല്ല വീഡിയോ അടുത്ത ചലഞ്ച് ഇവിടെ വരും. ആ മുങ്ങണ ആള് നമ്മളെ ഇതിലുണ്ടാവും.